മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിൽ നിന്നും ജീവിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. റിഡക്ഷോ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയ്ക്കുള്ള ഖണ്ഡന പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇറാനിലെ ഇസ്ലാമിക മത ഏകാധിപത്യ ഭരണകൂടത്തെ വെള്ളപൂശാൻ വേണ്ടി പാശ്ചാത്യ സാമ്രാജ്യത്വത്തെ എങ്ങനെയാണ് റിഡക്ഷോ മലയാളം ഒരു മറയായി ഉപയോഗിക്കുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണുകയുണ്ടായി. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സ്ത്രീ വിരുദ്ധതയെ ന്യായീകരിക്കാൻ റിഡക്ഷോ മലയാളം ഉപയോഗിക്കുന്ന വളരെ തന്ത്രപരമായ ഒരു വാദത്തെയാണ്. അത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ടുനോക്കാം. ഇനി ഇറാനെ പറ്റി പറയുകയാണെങ്കിൽ, ഇറാനെ പറ്റി രണ്ട് കഥകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഒന്ന്, ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊരു സ്വർഗമാണ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. മറുവശത്ത് ഇറാൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കൊരു നരകമാണ് എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. ഈ രണ്ട് പ്രൊപ്പഗാൻഡയും തെറ്റാണ്. ഗ്ലോബൽ സൗത്തിലുള്ള കൊളോണിയലിസവും ഇമ്പീരിയലിസവും ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഉള്ള പോലെ തന്നെ കോൺട്രഡിക്ഷൻസും പ്രശ്നങ്ങളും ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഉദാഹരണത്തിന് ശൈശവവിവാഹം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ശൈശവവിവാഹത്തിൻ്റെ നിരക്ക് ഇറാനേക്കാൾ കൂടുതൽ. സ്റ്റെംഫിൽ ഗ്രാജുവേറ്റ്സിനെ എടുക്കുകയാണെങ്കിൽ ഇറാനിൽ 70% സ്റ്റെംഫിൽ ഗ്രാജുവേറ്റ്സും സ്ത്രീകളാണ്. In Iran, we have women pilots, we have women scientists. My boss at the University of Tehran, the dean of my faculty is a woman. For the 21 years that I've been an academic at the University of Tehran, 17 and a half of those years, the dean of my faculty was one woman or another. Don't misrepresent Iran. It doesn't work anymore. ഇന്ത്യ അതല്ല. ഇന്ത്യ പോട്ടെ, അമേരിക്കയിൽ പോലും സ്റ്റെം ഗ്രാജുവേറ്റ്സ് എടുക്കുമ്പോൾ അതിൽ 70% സ്ത്രീകൾ കിട്ടുന്നില്ല. വിമൻ ഓൺടർപ്രണേഴ്സിനെ നോക്കുമ്പോൾ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം നോക്കുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറാനിൽ സ്ത്രീകൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് ഇറാനിൽ സ്ത്രീകൾക്ക് സ്വർഗ്ഗതുല്യമായ കാര്യമല്ല. ഇറാനിൽ മോറൽ പോലീസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. തട്ടവിടാതെ നടക്കുന്ന സ്ത്രീകൾ ചില പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ഇന്ത്യയിലും സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജാതി മാറി കല്യാണം കഴിച്ച സ്ത്രീകൾ ഇവിടെ കൊല്ലപ്പെടുകയാണ്. നിരന്തരം സ്ത്രീകൾ ഇവിടെ ബലാത്സംഗത്തിനിരയാവുകയാണ്. ഉയർന്ന പൊസിഷൻസിലേക്കൊന്നും വരാൻ സ്ത്രീകൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ പറ്റിയിട്ടില്ല. റിഡക്ഷോ മലയാളത്തിന്റെ ഈ വാദം ഒരു ലോജിക്കൽ ഫാലസിയാണ്. ഫാലസിയുടെ പേര് ചെറി പിക്കിംഗ് ഫാലസി എന്നാണ്. ഒരു വാദത്തെ സാധൂകരിക്കാൻ അനുകൂലമായ ഒരു ഡാറ്റ മാത്രം തിരഞ്ഞെടുക്കുകയും അതിനേക്കാൾ പ്രധാനപ്പെട്ടതും പ്രതികൂലവുമായ മറ്റ് ഡാറ്റ എല്ലാം, അങ്ങനെയുള്ള വിവരങ്ങളെ ഒക്കെ ബോധപൂർവം മറച്ചുവെക്കുകയും ചെയ്യുന്നതിനെയാണ് ചെറി പിക്കിംഗ് ഫാലസി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, വാട്ട് അബൌട്ടിസം എന്ന ലോജിക്കൽ ഫാലസിയും ഇതിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് വാട്ട് അബൌട്ടിസം എന്ന് നാം പരിശോധിക്കുകയുണ്ടായി. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് സ്വന്തം ഭാഗത്തെ ന്യായീകരിക്കുന്ന രീതിയാണത്. ഇന്ത്യയിലെ സാമൂഹിക പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇറാനിൽ ഭരണകൂടം തന്നെ നിയമപരമായി സ്ത്രീകൾക്ക് മേൽ നടത്തുന്ന അടിച്ചമർത്തലുകളെ ലഘൂകരിക്കാനാണ് റിഡക്ഷോ മലയാളം ശ്രമിക്കുന്നത്. ഇറാനിലെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ച് സ്റ്റേം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, അപ്പൊ അത്തരം മേഖലകളിൽ മുന്നിലാണെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ റിഡക്ഷോ മലയാളത്തിന്റെ വാദം സത്യമാണെന്ന് തോന്നുമെങ്കിലും ഈ വാദത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയുണ്ട്. റിഡക്ഷോ മലയാളം ഉത്തരം പറയേണ്ടതായ ഒരു ചോദ്യമുണ്ട്. ഈ വിദ്യാഭ്യാസം ഇറാനിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമോ തൊഴിലോ നൽകുന്നുണ്ടോ എന്നതാണ് ആ ചോദ്യം. ഇറാനിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിരക്ക് ഉയർന്നതാണെന്നത് സത്യമാണ്. എന്നാൽ വിദ്യാഭ്യാസം നേടിയ ഈ സ്ത്രീകൾക്ക് അവരുടെ അറിവ് ഉപയോഗിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയുന്നില്ല എന്ന സത്യം റിഡക്ഷോ മലയാളം സൗകര്യപൂർവം തങ്ങളുടെ പ്രേക്ഷകരിൽ നിന്ന് മറച്ചുവെക്കുകയാണ്. ഒരു സമൂഹത്തിൽ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്നു എന്ന് പറയണമെങ്കിൽ വിദ്യാഭ്യാസത്തോടൊപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യവും അനിവാര്യമാണ്. ലോകമെമ്പാടും സ്ത്രീകളുടെ ജനന നിരക്ക് കുറയുകയും വിദ്യാഭ്യാസം കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും തൊഴിൽ മേഖലയിലെ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കാറുണ്ട്. എന്നാൽ ഇറാനിൽ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. ഇറാനിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നുണ്ടെങ്കിലും തൊഴിൽ മേഖലയിലെ അവരുടെ പങ്കാളിത്തം വളരെ കുറവാണ്. ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇറാനിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് വെറും 14% അല്ലെങ്കിൽ 15% അതിനിടയിൽ നിൽക്കുന്നതാണ്. അതായത് പഠിച്ചിറങ്ങുന്ന വലിയൊരു ശതമാനം സ്ത്രീകൾക്കും ജോലി ചെയ്യാൻ കഴിയുന്നില്ല. സാമൂഹിക ശാസ്ത്രജ്ഞർ വളരെ വ്യക്തമായി പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു വിഷയമാണിത്.
ധാരാളം പഠനങ്ങൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. അതിൽ പല പഠനങ്ങളും നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാം. 2004 ലോകബാങ്ക് റിപ്പോർട്ട് ഇതിനെ കൃത്യമായി വിശേഷിപ്പിച്ചത് മെന ജെൻഡർ പാരഡോക്സ് എന്നാണ്. ഈ മെനെ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, ഇവിടെയുള്ള രാജ്യങ്ങളാണ്. ഈ മെനെ രാജ്യങ്ങളിൽ പ്രസവത്തിനും കുട്ടികളെ വളർത്തുന്നതിനുമായി സ്ത്രീകൾ കുറഞ്ഞ സമയം മാത്രം ചെലവഴിക്കുകയും തൊഴിൽ ചെയ്യാൻ ആവശ്യമായ യോഗ്യതകൾ നേടുകയും ചെയ്തിട്ടും തൊഴിൽ മേഖലയിലെ അവരുടെ പങ്കാളിത്തം പുരുഷന്മാരുടെ 1/4 മാത്രമായി തുടരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഈ റിപ്പോർട്ട് ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഇറാനിലെ 2009 ചില ഡാറ്റകൾ ഉപയോഗിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. വിവാഹിതരായ ഇറാനിയൻ സ്ത്രീകളുടെ സമയ വിനിയോഗത്തിൽ വിദ്യാഭ്യാസം എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് പ്രധാനമായും പരിശോധിച്ചത്. അവർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി കൂടുതൽ സമയം മാറ്റിവെക്കുന്നുണ്ടോ എന്നും അന്വേഷിച്ചു. പൊതു സർവകലാശാലകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ പിന്നീട് ജോലിക്ക് പോകാതിരിക്കുമ്പോൾ അവർക്ക് സർക്കാർ എന്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് സബ്സിഡി നൽകണം എന്ന് ഇറാനിലെ ചിലർ ചോദിക്കാറുണ്ട്. മെന മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ പോലെ ഇറാനിലും വിവാഹം സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തെ കുറയ്ക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതായിട്ട് നമുക്ക് കാണാം. 2016 കണക്കനുസരിച്ച് 25-നും 44-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ സ്ത്രീകളിൽ 15% പേർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. എന്നാൽ അവിവാഹിതരായ സ്ത്രീകളിൽ ഇത് 40%. അതായത് വിവാഹം കഴിയുന്നതോടെ തൊഴിലിടങ്ങളിൽ നിന്ന് സ്ത്രീകൾ പുറത്താകുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദി സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1117 പ്രകാരം കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്കോ തന്റെയോ ഭാര്യയുടെയോ അന്തസ്സിനോ നിരക്കാത്തതാണെന്ന് ഭർത്താവിന് തോന്നിയാൽ ഭാര്യ ജോലിക്ക് പോകുന്നത് നിയമപരമായി വിലക്കാൻ അയാൾക്ക് കഴിയും. അതായത് ഇറാനിലെ സിസ്റ്റം സ്ത്രീകൾക്ക് സർവകലാശാലകളിൽ പ്രവേശനം നൽകുന്നുണ്ടെങ്കിലും അവരെ സാമ്പത്തിക ഉൽപാദന പ്രക്രിയയിൽ നിന്ന് വ്യവസ്ഥാപിതമായി മാറ്റി നിർത്തുകയാണ്. തൊഴിൽ മേഖലയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ്. ഈ ഘടനാപരമായ വിവേചനത്തെ, അതായത് സിസ്റ്റമാറ്റിക് ഡിസ്ക്രിമിനേഷൻ ആണ്, അതിനെ അവഗണിച്ചുകൊണ്ടാണ് റിഡക്ഷോ മലയാളം തങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ കണക്കുകൾ വെച്ച് ഇറാൻ ഭരണകൂടത്തെ വെള്ളപൂശുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് പിന്നിലെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് റിഡക്ഷോ മലയാളം ഉയർത്തുന്ന വാദത്തിന്റെ പൊള്ളത്തരം നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകുന്നത്. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇറാനിയൻ സ്ത്രീകൾ സ്വതന്ത്രരാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇസ്ലാമിക മതമേധാവിത്വ വ്യവസ്ഥിതിയുടെ കൂടുതൽ മികച്ച ഉപകരണങ്ങളായി അവർ മാറ്റപ്പെടുകയാണ്. പഠനത്തിലെ സമയ വിനിയോഗ ഡാറ്റ കാണിക്കുന്നത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഇറാനിയൻ സ്ത്രീകൾ തങ്ങളുടെ സമയം കൂടുതലായും കുട്ടികളെ പഠിപ്പിക്കാനും വളർത്താനുമാണ് വിനിയോഗിക്കുന്നത് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഇത് ഭരണകൂടത്തിന് ഇത് പ്രയോജനകരമാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. മുൻ ഇറാൻ പ്രസിഡന്റ് ഹഷ്മി റഫ്സഞ്ചാനിയുടെ വാക്കുകൾ ഭരണകൂടത്തിന്റെ യഥാർത്ഥ മനോഭാവം തുറന്നു കാട്ടുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസമുണ്ടായിട്ടും ജോലിയില്ലാത്ത ഒരു അമ്മ സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവർ കൂടുതൽ വിദ്യാസമ്പന്നരായ കുട്ടികളെ വളർത്തുന്നു എന്നാണ് റഫ്സഞ്ചാനി പറഞ്ഞത്. അതായത് ഇറാനിയൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്നത് അവരുടെ വ്യക്തിപരമായ ശാക്തീകരണത്തിനുള്ള ഉപാധിയല്ല, മറിച്ച് ഭരണകൂടത്തിന് ആവശ്യമായ പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള കൂടുതൽ മികച്ച ഉപകരണങ്ങളായി സ്ത്രീകളെ മാറ്റുക എന്നത് മാത്രമാണ്. ഇറാനിയൻ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നത് ഇറാനിലെ ഭരണകൂടം വളരെ പുരോഗമനപരമായതുകൊണ്ടാണെന്ന് വരുത്തി തീർക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. ലോകമെമ്പാടുമുള്ള ആധുനികവൽക്കരണത്തിന്റെ ഫലമായി ജനന നിരക്ക് കുറയുമ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായും കൂടുതൽ സമയം ലഭിക്കുകയും അവർ വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്നു. ഇത് ആധുനിക കാലഘട്ടത്തിന്റെ ഒരു പ്രതിഭാസമാണ്. എന്നാൽ ആ വിദ്യാഭ്യാസത്തെ തൊഴിലിലേക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും മാറ്റാൻ അനുവദിക്കാതെ അവരെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ തളച്ചിടുകയാണ് ഇറാനിലെ ഭരണകൂടം ചെയ്യുന്നത്. റിഡക്ഷോ മലയാളം പറയുന്ന ഇറാനിലെ 70% സ്റ്റെം ഗ്രാജുവേറ്റ്സ് ആയ സ്ത്രീകൾ വെറും ബിരുദധാരികൾ മാത്രമാണ്.
അവരിൽ വലിയൊരു ശതമാനത്തിനും ഇറാനിലെ കാടൻ നിയമങ്ങൾ കാരണം ജോലിക്ക് പോകാനോ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാനോ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. സ്വന്തമായി ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പോലും ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട രാജ്യത്തെയാണ് റിഡക്ഷോ മലയാളം ഇന്ത്യയുമായി താരതമ്യം ചെയ്യുന്നത്. ഇനി റിഡക്ഷോ മലയാളം പറഞ്ഞ ഇറാനിലെ വിമൻ എന്റർപ്രണേഴ്സിന്റെ കാര്യം കൂടി നോക്കാം. ഒരു വനിതാ സംരംഭകയ്ക്ക് സ്വന്തമായി അല്ലെങ്കിൽ സ്വതന്ത്രമായി ബിസിനസ് നടത്താൻ ഇറാനിൽ വലിയ നിയമ തടസ്സങ്ങളുണ്ട്. ഒരു പ്രധാന തടസ്സം നാം നേരത്തെ കണ്ട ഇറാനിയൻ സിവിൽ കോഡിലെ ആർട്ടിക്കിൾ 1117 ആണ്. ഒരു സ്ത്രീ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണെങ്കിലും ഭർത്താവിന് അവളോട് ജോലിക്ക് പോകേണ്ട എന്ന് പറയാൻ നിയമപരമായ അവകാശമുണ്ട്. നിയമപരമായ അവകാശം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവളൊരു ബിസിനസ് തുടങ്ങിയാൽ അത് തന്റെ അന്തസ്സിന് ചേർന്നതല്ല എന്ന് കാണിച്ച് കോടതി വഴി ഭർത്താവിന് ആ ബിസിനസ് പൂട്ടിക്കാനും കഴിയും. ഒരു പുരുഷന്റെ ഈഗോയെ സംരക്ഷിക്കാൻ ഇറാനിലെ കോടതികൾ എപ്പോഴും തയ്യാറുമാണ്. മറ്റൊന്ന് യാത്രാ വിലക്കുകളാണ്. പുരുഷനോ സ്ത്രീയോ ആകട്ടെ ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കണമെങ്കിൽ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. അത് വലിയ സംരംഭമാണെങ്കിൽ വിദേശ യാത്രകളും ചെയ്യേണ്ടി വരും. എന്നാൽ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടായാലും മറ്റെന്ത് കാര്യത്തിനായാലും വിദേശത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇറാനിലെ വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ രേഖാമൂലമുള്ള അനുമതി നിർബന്ധമാണ്. 1973 ഇറാനിയൻ പാസ്പോർട്ട് നിയമത്തിലെ ആർട്ടിക്കിൾ 18 പ്രകാരം വിവാഹിതരായ സ്ത്രീകൾക്ക്, അവരിനിയിപ്പോ 18 വയസ്സിൽ താഴെയാണെങ്കിൽ പോലും, പാസ്പോർട്ട് ലഭിക്കാൻ ഭർത്താവിന്റെ രേഖാമൂലമുള്ള അനുമതി നിർബന്ധമാണ്. അടിയന്തര ഘട്ടങ്ങളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇതിൽ പ്രത്യേക ഇളവ് നൽകാൻ അധികാരവും ഉണ്ട്. ഇനി അടുത്ത ആർട്ടിക്കിൾ, അതായത് 18 ഇപ്പൊ കണ്ടത്, 19. അത് ഇതിലും ഭീകരമായൊരു വകുപ്പാണ്. പാസ്പോർട്ട് എടുക്കാൻ അനുമതി നൽകിയ ഭർത്താവിന് എപ്പോൾ വേണമെങ്കിലും ആ അനുമതി പിൻവലിക്കാൻ അവകാശമുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഭർത്താവ് സർക്കാരിനെയോ പോലീസിനെയോ അറിയിച്ചാൽ, ഞാൻ അവൾക്ക് കൊടുത്ത അനുമതി പിൻവലിക്കുകയാണെന്ന് സർക്കാരിനെയോ പോലീസിനെയോ അറിയിച്ചാൽ ഭാര്യയുടെ വിദേശയാത്ര തടയുകയും അവരുടെ പാസ്പോർട്ട് അധികാരികൾ പിടിച്ചെടുക്കുകയും ചെയ്യും. ഇത് കേവലം ഒരു കടലാസ് നിയമമല്ല, മറിച്ച് ഇറാനിൽ കർശനമായി നടപ്പിലാക്കുന്ന ഒന്നാണ്. ഇന്നും കർശനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ലോകം അറിയപ്പെടുന്ന ഇറാനിയൻ വനിതാ കായിക താരങ്ങൾക്ക് പോലും ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. നിലൂഫർ അർദാലൻ എന്ന് പറയുന്ന ആള്, അവര് ഇറാനിയൻ വനിതാ ഫുട്സാൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഈ നിലൂഫർ, ഫുട്സാൽ എന്ന് പറഞ്ഞാൽ ഇൻഡോർ ഫുട്ബോൾ ആണ്. അതായത് നമ്മൾ സാധാരണ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഗ്രൗണ്ടിലാണല്ലോ നടക്കുന്നത്. എന്നാൽ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് നടക്കുന്ന, പന്തും ചെറുതാണ്, കോർട്ടും ചെറുതാണ്, ഗോൾ പോസ്റ്റും ചെറുതാണ്, അങ്ങനെ ഇൻഡോർ ആയിട്ടുള്ളതാണ്. അതാണ് ഈ ഫുട്സാൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇറാനിയൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു നിലൂഫർ. അവര് ലേഡി ഗോൾ എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ ഇടയിൽ, അവരുടെ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. 2015 സെപ്റ്റംബറിൽ മലേഷ്യയിൽ നടന്ന പ്രഥമ AFC വനിതാ ഫുട്സാൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ കാരണം സ്പോർട്സ് ജേർണലിസ്റ്റ് കൂടിയായ ഭർത്താവ് മെഹ്ദി ടൗട്ടൌജി അവരുടെ പാസ്പോർട്ട് പുതുക്കാൻ നിയമപ്രകാരമുള്ള അനുമതി നൽകിയില്ല എന്നുള്ളതാണ്. 7 വയസ്സുള്ള മകന്റെ സ്കൂളിലെ ആദ്യ ദിവസം അമ്മ കൂടെ വേണം എന്നതായിരുന്നു ഭർത്താവ് പറഞ്ഞ കാരണം. അതുവഴി അവർക്ക് ആ പ്രധാന ടൂർണമെന്റ് പൂർണ്ണമായി നഷ്ടമായി. എന്നാൽ ആ സംഭവം വലിയ വിവാദമായതിനെ തുടർന്ന് 2 മാസങ്ങൾക്ക് ശേഷം 2015 നവംബറിൽ ഗ്വാട്ടിമാലയിൽ നടന്ന ലോക ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അവർക്ക് ഒരു തവണത്തേക്ക് മാത്രം യാത്ര ചെയ്യാൻ, സിംഗിൾ യൂസ് എക്സിറ്റ് പെർമിറ്റ് എന്ന് പറയും, ആ ഒരു തവണത്തേക്ക് മാത്രം യാത്ര ചെയ്യാൻ പ്രത്യേകമായ അനുമതി നൽകി. ഒരു പ്രധാന ടൂർണമെന്റ് നഷ്ടമായതിനു ശേഷമാണ് പിന്നീട് അവർക്ക് പ്രോസിക്യൂട്ടറുടെ ഈ ഔദാര്യം ലഭിച്ചത്. എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഔദാര്യം ലഭിക്കണമെന്നില്ല. ഉദാഹരണത്തിന് സമീറ സർഗാരിയുടെ കാര്യമെടുക്കാം. ഇറാൻ ദേശീയ വനിതാ ആൽപൈൻ സ്കീയിങ് ടീമിന്റെ മുഖ്യ പരിശീലകയായിരുന്നു, ഹെഡ് കോച്ചായിരുന്നു സമീറ സർഗാരി. ഹെഡ് കോച്ചാണ് ആ ടീമിന്റെ. 2021 ഫെബ്രുവരിയിൽ ഇറ്റലിയിൽ നടന്ന ലോക സ്കീയിങ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ടീമിനൊപ്പം പോകാൻ വേണ്ടി അവർ വിമാനത്താവളത്തിലെത്തി. വിമാനത്തിൽ കയറാൻ സമയമായപ്പോഴാണ് ഇറാനിയൻ പാസ്പോർട്ട് നിയമത്തിലെ ആർട്ടിക്കിൾ 18 ഉപയോഗിച്ച് ഭർത്താവ് യൂസഫ് എത്തേഫാഗ് അവർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനോടും
മറ്റ് വാർത്താ മാധ്യമങ്ങളോടും സമീറ തന്നെ വ്യക്തമാക്കിയ കാരണം ഇതായിരുന്നു. സമീറയുടെ ഭർത്താവിന് സമീറയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായി രഹസ്യബന്ധം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഭർത്താവ് സമീറയോട് വിവാഹമോചനത്തിന് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ അതിന് തയ്യാറായില്ല എന്ന് സമീറ പറഞ്ഞു. അങ്ങനെ ഒരു നിലപാടാണ് സമീറ എടുത്തത്. നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ ആയിക്കോ, ഞാൻ അതിന് എന്റെ സമ്മതത്തോടെ നടക്കില്ല എന്നുള്ളൊരു നിലപാടാണ് അവരെടുത്തത്. താൻ ആവശ്യപ്പെട്ട വിവാഹമോചനത്തിന് സമീറ സമ്മതിക്കാതിരുന്നതിലുള്ള പ്രതികാരമായാണ് അയാൾ നിയമത്തിലെ പഴുതുപയോഗിച്ച് സമീറയുടെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചതും വിദേശയാത്ര മുടക്കിയതും. അവളുടെ ജോലിയെയും അവൾ പരിശീലിപ്പിക്കുന്ന ടീമിനെയും അയാൾ എപ്പോഴും പരിഹസിച്ചിരുന്നു എന്നും സമീറ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നറിയാമോ? ഈ സമീറയുടെ ഭർത്താവ് യൂസഫ് ഉണ്ടല്ല, അയാൾ ജനിച്ചതും വളർന്നതും എല്ലാം അമേരിക്കയിലാണ്. അമേരിക്കയിൽ US പൗരത്വം ഉണ്ട് അയാൾക്ക്. അമേരിക്കയെ പോലൊരു രാജ്യത്ത് വളർന്ന, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾ ഇറാനിലെത്തിയപ്പോൾ അവിടെയുള്ള സ്ത്രീവിരുദ്ധ നിയമങ്ങളെ തന്റെ ഭാര്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും പ്രതികാരം തീർക്കാനുമുള്ള ആയുധമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. സമീറയുടെ യാത്രാവിലക്ക് മാറ്റാൻ ഇറാൻ സ്കീയിങ് ഫെഡറേഷൻ അവരുടെ ഭർത്താവുമായി സംസാരിച്ചെങ്കിലും അയാൾ വഴങ്ങിയില്ല. അന്താരാഷ്ട്ര സ്കീയിങ് ഫെഡറേഷനോട് സമീറ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര നിയമങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. അവസാനം മുഖ്യ പരിശീലകയില്ലാതെയാണ് ഇറാൻ ടീം ഇറ്റലിയിലേക്ക് ലോക ചാമ്പ്യൻഷിപ്പിനായിട്ട് പോയത്. ഇറ്റലിയിലെ മഞ്ഞുമലകളിൽ ഇറാൻ ടീം മത്സരിക്കുമ്പോൾ ഇറാനിലെ ഒരു റിസോർട്ടിലിരുന്ന് വാട്സാപ്പിലൂടെയും ഫോൺ കോളുകളിലൂടെയും തന്റെ ടീമിന് നിർദ്ദേശങ്ങൾ നൽകേണ്ട ഗതികേടാണ് ആ മുഖ്യ പരിശീലകയ്ക്ക് ഉണ്ടായത്. നമ്മൾ ഇക്കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ റിഡക്ഷോ മലയാളം ഇതിനെ ഖണ്ഡിക്കാനായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് സഹ്റാൻ നെമേറ്റിയുടെ കാര്യമായിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ പലവട്ടം പലയിടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇവന്മാര് എന്താണ് കൊണ്ടുവരാന്നുള്ളതും നമുക്കറിയാം, കൊണ്ടുവന്നിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിഡക്ഷോ മലയാളം അങ്ങനെയുള്ളത് അത്തരം ക്യാപ്സൂളുകൾ തന്നെയായിരിക്കും കൊണ്ടുവരിക. ലോജിക്കൽ ഫാലസിയുടെ ഉസ്താദാണ് പുള്ളി. അപ്പൊ ഉറപ്പായിട്ട് ഇങ്ങനെയുള്ളതേ കൊണ്ടുവരികയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ സഹ്റാൻ നെമേറ്റിയുടെ കാര്യം ഞാൻ പറയാം. 2012 ലണ്ടനിലും 2016 റിയോയിലും വെച്ച് നടന്ന പാരാലിമ്പിക്സുകളിൽ സ്വർണം നേടിയ ഇറാന്റെ അഭിമാന താരമാണ് ഈ സഹ്റാൻ നെമേറ്റി. സഹ്റാൻ നെമേറ്റി ഭർത്താവിന്റെ അനുമതിയില്ലാതെ വിദേശത്തേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. ആ കാര്യമായിരിക്കും ഞാൻ ഈ പറഞ്ഞ നിലോഫറിന്റെയും സമീറ സർഗാരിയുടെയും കാര്യങ്ങൾക്ക് മറുപടി പറയാൻ റിഡക്ഷോ മലയാളം എടുത്തുകൊണ്ട് വരിക എന്ന് എനിക്കറിയാം. മറുപടി പറയുകയാണെങ്കിൽ പറയാനുള്ള സാധ്യത കുറവാണ്. കാരണം കൃത്യമായ ലോജിക്കൽ ഫാലസികൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ വാദങ്ങളിലെ ഫാലസികളാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. അപ്പൊ ഒരു യുക്തിവാദി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം ലോജിക്കൽ ഫാലസികൾ പറഞ്ഞിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ ക്ഷീണം ചെയ്യും. അപ്പോൾ ഖണ്ഡിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത് ലോജിക്കൽ ഫാലസിയാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഖണ്ഡിക്കാൻ പറ്റില്ല, പുള്ളി പറഞ്ഞതാണല്ലോ, ഒരു വിധത്തിലും ഖണ്ഡിക്കാൻ പറ്റില്ല, പുള്ളിയുടെ വായിൽ തന്നെ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവഗണിച്ചു വിടാനാണ് സാധ്യത കൂടുതൽ. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം മറുപടി പറയാൻ നിൽക്കില്ല. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ പേരറിയും. അദ്ദേഹം മറുപടി എനിക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ, അദ്ദേഹത്തിന്റെ പ്രേക്ഷകര് സത്യാന്വേഷകരായിരിക്കുന്ന ആളുകൾ, ചിന്താശേഷി പണയം വെച്ചിട്ടില്ലാത്തവര്, ഇതെന്താണ് സംഗതി എന്നറിയാൻ ഒറിജിനൽ വീഡിയോ, ഇപ്പുറത്തുള്ള ഈ ഖണ്ഡന വീഡിയോ എന്താണെന്ന് തപ്പി വരും. അപ്പൊ അദ്ദേഹത്തിന്റെ ലോജിക്കൽ ഫാലസികൾ കൂടുതൽ ഈ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുമ്പോൾ ആൾക്കാർ ക്ഷീണം ചെയ്യുന്നറിയാം. അതുകൊണ്ട് ഒഴിവാക്കി വിടാനാണ് സാധ്യത. ഇത് വല്ല ജിഹാദികളോ സംഖ്യകളോ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ല. അവന്മാര് പൊട്ടന്മാരായതുകൊണ്ട് ഉറപ്പായിട്ടും മറുപടിയായിട്ട് വരും. പക്ഷെ ഇദ്ദേഹം ഒരു യുക്തിവാദി എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഒഴിവാക്കി വിടാനാണ് സാധ്യത. എന്തായാലും അങ്ങനെ വരികയാണ്, ഒഴിവാക്കി വിടാതെ അദ്ദേഹം മറുപടി പറയാൻ വരികയാണെങ്കിൽ ഇതായിരിക്കും എടുത്തിട്ട് വരാനുള്ള സാധ്യത. എന്നിട്ട് പറയും ഭർത്താവിന്റെ അനുമതി ഇല്ലാതെയും ഇറാനിയൻ സ്ത്രീകൾക്ക് വിദേശയാത്ര നടത്താൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സഹ്റാൻ നെമേറ്റി. ഇങ്ങനെയായിരിക്കും വാദം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഏതായാലും അതിനുള്ള മറുപടി കൂടി ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞേക്കാം. 2017 സഹ്റാൻ നെമേറ്റി ഭർത്താവായ റോഹാം ഷഹാബിപൂരുമായി പിരിഞ്ഞു താമസിക്കാനും വിവാഹമോചനം നേടാനും തീരുമാനിച്ചു. ഇതിൽ പ്രകോപിതനായ ഭർത്താവ് ഇറാനിലെ പാസ്പോർട്ട് നിയമം ഉപയോഗിച്ച് അവര് വിദേശത്തേക്ക് പോകുന്നത് തടയാൻ പാസ്പോർട്ട് ഓഫീസിൽ രേഖാമൂലം അപേക്ഷ നൽകി, അതിന് വിലക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതോടെ അവരുടെ യാത്ര മുടങ്ങി. നിയമപ്രകാരം അവരുടെ ഭർത്താവിന് യാത്ര വിലക്കാൻ അവകാശമുണ്ട്.
ഇറാനിലെ നിയമപ്രകാരം. എന്നാൽ 2 തവണ പാരാലിമ്പിക്സ് സ്വർണം നേടിയ ലോകം അറിയപ്പെടുന്ന ഒരു താരത്തെ ഭർത്താവ് വിലക്കി എന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. തുടർന്ന് ആ നാണക്കേട് മാറ്റാൻ വേണ്ടി നിയമം മാറ്റി എഴുതുകയല്ല ഇറാൻ ഭരണകൂടം ചെയ്തത്. ഇറാനിയൻ പാസ്പോർട്ട് നിയമത്തിലെ ആർട്ടിക്കിൾ 18 അടിയന്തര ഘട്ടങ്ങളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇതിൽ പ്രത്യേക ഇളവ് നൽകാൻ അധികാരമുണ്ട് എന്ന വകുപ്പ് ഉപയോഗിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതിൽ ഇടപെടുകയും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഭർത്താവിന്റെ വിലക്കിനെ മറികടന്ന് അവർക്ക് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഇളവ് നൽകുകയാണ് ഉണ്ടായത്. ഇറാനിലെ സ്ത്രീകൾ നേരിടുന്ന യാത്രാ വിലക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാൻ അനുകൂലികൾ കൊണ്ടുവരാറുള്ള സെഹ്റാനമേറ്റി ഭർത്താവിന്റെ അനുമതിയില്ലാതെ വിദേശത്തേക്ക് യാത്ര ചെയ്തല്ലോ എന്ന വാദത്തിന്റെ വസ്തുത ഇതാണ്. ഒരു രാജ്യത്തിന് വേണ്ടി 2 ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയ ലോകമറിയപ്പെടുന്ന ഒരു കായിക താരത്തിന് സ്വന്തം രാജ്യത്തിന് പുറത്തുപോയി ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ രാജ്യത്തെ പ്രോസിക്യൂട്ടറുടെ പ്രത്യേക ഇടപെടലും ഇളവും വേണ്ടി വന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ഒരു ഒളിമ്പിക് മെഡൽ വെച്ചാൽ പാരാ ഒളിമ്പിക്സ് മെഡൽ ജേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇറാനിലെ സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇറാനിയൻ സിവിൽ കോഡിലെ ആർട്ടിക്കിൾ 1114 ഇറാനിലെ സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുന്ന മറ്റൊരു നിയമമാണ്. അതിൽ പറയുന്നത് ഭർത്താവ് നിശ്ചയിക്കുന്ന വീട്ടിൽ തന്നെ ഭാര്യ താമസിക്കണം. ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഭാര്യയ്ക്ക് മാറി താമസിക്കാൻ അവകാശമില്ല എന്നാണ്. ഇതിന്റെ പ്രത്യാഘാതം എന്താണ്? ഇറാനിലെ ഒരു സ്ത്രീക്ക് തന്റെ കരിയറിനോ ബിസിനസ്സിനോ വേണ്ടി മറ്റൊരു നഗരത്തിലേക്ക് മാറി താമസിക്കണമെങ്കിൽ ഭർത്താവിന്റെ അനുമതി നിർബന്ധമാണ്. ഭർത്താവ് അനുവദിച്ചില്ലെങ്കിൽ അവൾക്കതിന് കഴിയില്ല. ഈ വനിതാ സംരംഭകർ നേരിടുന്ന നിയമപരമായ കടമ്പകൾ വേറെയും ഉണ്ട് കേട്ടോ. ബിസിനസ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോ സ്ഥാപന ഉടമകളായ സ്ത്രീകളോ കർശനമായ വസ്ത്രധാരണ ചട്ടങ്ങൾ പാലിക്കണം. ഹിജാബ് ഒക്കെ ധരിക്കുമ്പോൾ മുടി ഒരെണ്ണം പോലും പുറത്തേക്ക് കാണിക്കും, ഒരു മുടിയുടെ പോലും പുറത്ത് കാണരുത്, അത്ര കർശനമായിട്ട് ചെയ്യണം. അപ്പൊ ഇതിൽ വീഴ്ച വരുത്തിയാൽ അവരുടെ ബിസിനസിന്റെ ആ ലൈസൻസ് ഉണ്ടല്ലോ അതങ്ങ് റദ്ദാക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും തൊഴിലാകുമ്പോൾ ഉറപ്പായിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരും. തൊഴിൽ തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകേണ്ടി വരും. കോടതിയിൽ എന്താണ് പ്രശ്നം എന്നറിയാമോ? ഒരു സ്ത്രീയുടെ സാക്ഷ്യം പുരുഷന്റെ സാക്ഷ്യത്തിന് തുല്യമാണ്. അതായത് ഒരു പുരുഷൻ ഇവർക്കെതിരെ സാക്ഷി പറഞ്ഞാൽ തിരിച്ച് ഒരു സ്ത്രീയുടെ സാക്ഷ്യം കൊണ്ട് കാര്യമില്ല. 2 സ്ത്രീകൾ സാക്ഷ്യം പറയാനുണ്ടായാലേ ആ പുരുഷന്റെ സാക്ഷ്യത്തിന് തുല്യമായിട്ട് ഇവിടെ വരികയുള്ളൂ. കോടതിയിൽ ഇങ്ങനെ ഒരു വിവേചനം നിയമത്തിലുണ്ട്. അത് ആ വിവേചനം വെറുതെ ഉണ്ടായതല്ല, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അതായത് ഖുർആനിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം വന്നിരിക്കുന്നത്. അത് ഈ സുനിത ദേവദാസിനുള്ള മറുപടി വീഡിയോയിൽ ഈ കാര്യമെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ കേട്ടിട്ടില്ലാത്തവർ അത് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോ ഇറാനിലെ സ്ത്രീകൾ വിദ്യാസമ്പന്നരാണെന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്വന്തം തലമുടി പുറത്തു കാണിച്ചാൽ തെരുവിലിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു നാട്ടിൽ ഫിസിക്സിലും റോക്കറ്റ് സയൻസിലും ബിരുദാനന്തര ബിരുദം ഉണ്ടായിട്ട് എന്ത് കാര്യം? വിദ്യാഭ്യാസം എന്നത് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്ക് പകരമാകുന്ന ഒന്നാണോ? ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഇഷ്ടമുള്ള ജോലി ചെയ്യാനോ സ്വതന്ത്രമായി പുറത്തു പോകാനോ ഒന്നും യാതൊരു അവകാശവും ഇല്ലാത്ത നാട്ടിലെ സ്റ്റേം വിദ്യാഭ്യാസത്തിലെ സ്ത്രീകളുടെ കണക്കുകൾ കാണിച്ച് ഈ റിഡക്ഷോ മലയാളം ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നത്? ഇതാരെയും നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? റിഡക്ഷോ മലയാളത്തിന്റെ ഈ വാദം ഉണ്ടല്ലേ, ഇത് ഈ കൂട്ടിലിട്ട കിളിക്ക് ഉടമസ്ഥൻ സമയാസമയങ്ങളിൽ ധാരാളം ആഹാരം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആ പക്ഷിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും ഉടമസ്ഥൻ വളരെ നല്ലവനാണെന്നും പറയുന്നതിന് തുല്യമാണ്. സർവകലാശാല ബിരുദങ്ങൾ നൽകി സാമ്പത്തികമായി പുരുഷനെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്ന ഒരു വ്യവസ്ഥിതിയെയാണ് വിദ്യാഭ്യാസ കണക്കുകൾ എന്ന ഒറ്റമൂലി ഉപയോഗിച്ച് റിഡക്ഷോ മലയാളം ന്യായീകരിക്കുന്നത്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശാക്തീകരണം അളക്കേണ്ടത് അവൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ ഇടങ്ങളിൽ എത്രത്തോളം സ്വതന്ത്രമായി ഇടപെടാൻ കഴിയുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അല്ലാതെ ഉപയോഗശൂന്യമായി മാറുന്ന സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം നോക്കിയല്ല. അതുകൊണ്ട് കാര്യങ്ങളെ സമഗ്രമായി നോക്കിക്കാണാൻ നമ്മൾ തയ്യാറാകണം. ഇറാനിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ കണക്കുകൾ നിരത്തി അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന റിഡക്ഷോ മലയാളത്തിന്റെ വാദങ്ങൾ വെറും പ്രൊപ്പഗണ്ട മാത്രമാണ്.
സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമോ സ്വന്തം ശരീരത്തിൽ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അടിസ്ഥാന അവകാശമോ പോലും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ വെറും ഒരു അലങ്കാരം മാത്രമായി മാറുന്നു. അത് അച്ചടിച്ച കടലാസിന്റെ വില പോലും സത്യം പറഞ്ഞാൽ അതിനില്ല. അവരുടെ ജീവിതത്തിൽ ആ വില പോലും അതിനില്ല. വിദ്യാഭ്യാസം എന്നത് സ്ത്രീകളെ ഭരണകൂടത്തിന് വേണ്ടിയുള്ള കൂടുതൽ മെച്ചപ്പെട്ട അമ്മമാർ ആക്കി മാറ്റാനുള്ള ഒരു ഉപകരണം മാത്രമായി ചുരുങ്ങുന്ന ഇറാനിലെ യഥാർത്ഥ അവസ്ഥയെ മറച്ചു പിടിക്കാനാണ് ഈ ചെറി പിക്കിംഗ് ഫാലസി റിഡക്ഷോ മലയാളം ഉപയോഗിക്കുന്നത്. സ്വർണ്ണക്കൂട്ടിലായാലും അടിമത്തം തന്നെയാണ്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു ഭരണകൂടത്തിന് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പുരോഗമന മുഖം മൂടി അണിയിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യാജ നരേറ്റീവുകളെ കൃത്യമായ വസ്തുതകൾ കൊണ്ടും യുക്തി കൊണ്ടും തന്നെ നമ്മൾ ഇനിയും പൊളിച്ചെടുക്കണം, എപ്പോഴും പൊളിച്ചെടുക്കണം. ഇങ്ങനെയുള്ള ആളുകളെ, ഇത് റിഡക്ഷോ മലയാളം എന്നല്ല, വേറെ ആര് ഇത്തരം വാദങ്ങൾ കൊണ്ടുവന്നാലും നമ്മൾ ഡാറ്റകൾ വെച്ച് കൃത്യമായി കാര്യങ്ങളെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ പൊളിച്ചെടുക്കണം. കാരണം ഇവര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ നശിപ്പിക്കുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് ആഗോളതലത്തിലുണ്ട് ഇങ്ങനെയുള്ള പരിപാടി. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇറാനെ മഹത്വവൽക്കരിക്കുകയും അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും കേവലം സാമ്രാജ്യത്വവാദികളാക്കി അവരെ ചിത്രീകരിക്കുകയും ചെയ്യുന്ന എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കണം. ഇന്ത്യയിലെ സ്ത്രീകളെ കുറിച്ച് റിഡക്ഷോ മലയാളം ഉന്നയിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതിനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മറുപടി പറഞ്ഞതാണ്. ഇന്ത്യയിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ലേ, ജാതി മാറി കല്യാണം കഴിച്ചാൽ കൊല്ലപ്പെടുന്നില്ലേ, ബലാത്സംഗങ്ങൾ നടക്കുന്നില്ലേ എന്നൊക്കെയുള്ള വാദത്തിന് മുൻപത്തെ ഭാഗത്തിൽ ഞാൻ മറുപടി പറഞ്ഞതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ്. അതിന് ഇപ്പൊ മറുപടി പറയുന്നില്ല. ഇനിയിപ്പോൾ ആ മറുപടി കേൾക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ശൈശവവിവാഹം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ശൈശവവിവാഹത്തിന്റെ നിരക്ക് ഇറാനേക്കാൾ കൂടുതൽ എന്ന് റിഡക്ഷോ മലയാളം പറയുന്നുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. കാരണം ഇറാനിലാകെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 കോടിക്ക് താഴെയുള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 140 കോടി മനുഷ്യരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടത്തെക്കാൾ കൂടുതൽ ഇവിടെ കാണും. പക്ഷേ റിഡക്ഷോ മലയാളം തന്ത്രപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു സത്യം ഇതിനകത്തുണ്ട്. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞത് എന്താന്ന്. അതായത് ഇന്ത്യയിൽ ഈ ശൈശവവിവാഹം ക്രിമിനൽ കുറ്റമാണ്. മനസ്സിലായോ? ക്രിമിനൽ കുറ്റമായിട്ട് നിയമത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ആ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ശൈശവവിവാഹം നടക്കുന്നത്. ഇന്ത്യയിൽ കൃത്യമായിട്ട് 18 വയസ്സാണ് പെൺകുട്ടികളുടെ നിയമപരമായ വിവാഹപ്രായം. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, 18 വയസ്സ് എന്നുള്ളത്. ഇനി അതിൽ താഴെ വിവാഹം കഴിച്ചാൽ അതിനെതിരെ പോരാടാൻ ഇവിടെ നിയമവും കോടതിയും ഉണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം നമുക്കറിയാം. ആ കുംഭമേളയിൽ വൈറലായ പെൺകുട്ടി മൊണോലിസ, അവര് കേരളത്തിൽ വന്നിട്ട് വിവാഹം കഴിച്ചു. ഇപ്പൊ മധ്യപ്രദേശിൽ കേസ് എടുത്തിരിക്കുകയാണ്. കാരണം അവർക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ അത് പറ്റും. ശൈശവവിവാഹം നടന്നതെല്ലാം വെളിയിൽ വന്നു കഴിഞ്ഞാൽ കേസ് എടുക്കാനോ നിയമപരമായിട്ട് ശിക്ഷിക്കാനൊക്കെ സാധിക്കും. എന്നാൽ ഇറാനിലെ സ്ഥിതി എന്താണ്? ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1041 പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള വിവാഹം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 1041 താഴെ ഒരു വിശദീകരണ കുറിപ്പുള്ളത് കൂടി നിങ്ങൾ അറിയണം. കുട്ടിയുടെ താല്പര്യങ്ങൾ പരിഗണിച്ച് രക്ഷിതാവിന്റെ അനുമതിയോടെ ഋതുമതിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ് എന്നാണ് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമത്തിൽ വെള്ളം ചേർക്കാനുള്ള വകുപ്പ് അതിന്റെ തൊട്ട് താഴെ തന്നെ അവന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇറാനിലെ ഭരണകൂടം എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ. ഇനി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യം, എപ്പോഴാണ് ഇറാനിയൻ നിയമപ്രകാരം ഒരാൾ പ്രായപൂർത്തിയാവുക എന്നല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നമുക്ക് നോക്കാം. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1210 പ്രായപൂർത്തിയായ ഒരാൾക്ക് നിയമപരമായ അപ്രാപ്തി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ കുറിപ്പിൽ പ്രായപൂർത്തിയാകുന്നത് എപ്പോഴാണെന്നുള്ള വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. ആൺകുട്ടികൾക്ക് 15 ചാന്ദ്രവർഷവും, അതായത് ലൂണാർ ഇയേഴ്സ്, പെൺകുട്ടികൾക്ക് 9 ചാന്ദ്രവർഷവുമാണ് പ്രായപൂർത്തിയാകുന്ന പ്രായമായി കണക്കാക്കുന്നത്. സൗരവർഷമല്ല, സോളാർ ഇയർ അല്ല, ലൂണാർ ഇയർ ആണ്, ചാന്ദ്രവർഷമാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ.
ഒരു ചാന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 354 ദിവസം 8 മണിക്കൂർ 38 മിനിറ്റുകളാണ്. അപ്പോൾ 9 ചാന്ദ്രവർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 8 വർഷവും 8 മാസവും 23 ദിവസവും വരും. 8 വർഷം 8 മാസം 23 ദിവസം. അതായത് 9 വയസ്സാകണ്ട, 8.25 വയസ്സ് പോലും ആയിട്ടില്ല. 8.25 വയസ്സാകണമെങ്കിൽ 8 വയസ്സും 9 മാസവും ആകണം. ഇത് 9 വയസ്സായിട്ട് അല്ല, 23 ദിവസം ആയിട്ടുള്ള 7 ദിവസം കൂടി കഴിഞ്ഞാലേ 8.25 വയസ്സ് അല്ലെങ്കിൽ 9 മാസം, 8 വയസ്സോ 9 മാസോ ആവുകയുള്ളൂ. അപ്പൊ 8.25 വയസ്സ് പോലും ആയിട്ടില്ലാത്ത പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ വിവാഹം ഇറാനിൽ നിയമപരമായി തന്നെ നടത്താം. കൂടാതെ രക്ഷിതാവിന്റെ അനുമതിയോടെയും കുട്ടിയുടെ താല്പര്യം പരിഗണിച്ചും അതിനു മുൻപും വിവാഹം നടത്താം. അതിനും ഇറാനിൽ നിയമസാധുതയുണ്ട്. ഇറാനിലെ ശൈശവ വിവാഹത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുന്നത് പ്രധാനമായും സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ ഓഫ് ഇറാൻ, അതായത് SCI എന്ന് പറയും, സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ ഓഫ് ഇറാൻ. നാഷണൽ ഓർഗനൈസേഷൻ ഫോർ സിവിൽ രജിസ്ട്രേഷനിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇവർ ക്രോഡീകരിക്കുന്നത്. അതാണ് അവർ വെളിയിൽ വിടുന്നത്. ഇറാനിയൻ കലണ്ടർ പ്രകാരം 1400, അതായത് നമ്മുടെ കണക്കനുസരിച്ചാണെങ്കിൽ 2021-22 കാലയളവ്, ആ വർഷം 2021-22 ആ കാലയളവിൽ മാത്രം 32,423 പെൺകുട്ടികൾ വിവാഹിതരായതായി സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ ഓഫ് ഇറാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിസെഫിന്റെ ചൈൽഡ് മാരേജ് ഡാറ്റാബേസിൽ ലോകരാജ്യങ്ങളിലെ കണക്കുകൾ ലഭ്യമാണ്. ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ മറ്റിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണല്ലോ യൂണിസെഫ് നിലകൊള്ളുന്നത്. അപ്പോൾ യൂണിസെഫിന്റെ ചൈൽഡ് മാരേജ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ട്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതൊക്കെ കാണാനായിട്ട് പറ്റും. 10നും 14നും ഇടയിൽ പ്രായമുള്ള 10,000-കണക്കിന് പെൺകുട്ടികളുടെ വിവാഹമാണ് ഓരോ വർഷവും ഇറാനിൽ ഔദ്യോഗികമായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഔദ്യോഗികമായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെയാണ് റിഡക്ഷോ മലയാളത്തിന്റെ കുടിലതന്ത്രം നാം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ ശൈശവ വിവാഹം ഒളിച്ചും പതുങ്ങിയും നടക്കുന്ന ഒരു സാമൂഹിക തിന്മയാണെങ്കിൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കി സർക്കാർ കേസെടുക്കുമ്പോൾ ഇറാനിൽ അത് ഗവൺമെന്റ് ഓഫീസുകളിൽ നിയമപരമായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാര്യമാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയിൽ ശൈശവ വിവാഹം നടത്തുന്നവർക്ക് ജയിൽ ശിക്ഷ ലഭിക്കുമ്പോൾ ഇറാനിൽ 8.25 വയസ്സ് തികഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ കോടതികൾ തന്നെ അനുമതി നൽകുന്നു. ഇറാനിൽ 70% പെൺകുട്ടികൾ സ്റ്റേം ഇതായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നു, അങ്ങനെ പഠിക്കുന്നു എന്ന് പറയുന്നവര് 10ഉം 12ഉം വയസ്സ് പ്രായത്തിലുള്ള 10,000-കണക്കിന് പെൺകുട്ടികൾ ഇറാനിൽ നിർബന്ധിത വിവാഹത്തിന് ഇരയാകുന്നുണ്ട് എന്ന സത്യം മനഃപൂർവ്വം മറച്ചുവെക്കുകയാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തെ സംബന്ധിച്ച് ഒരു സാമൂഹിക തിന്മ, ഭരണകൂടം നേരിടുന്ന ഒരു സാമൂഹിക തിന്മയെ ഇറാനിൽ ഭരണകൂടം തന്നെ നിയമം വഴി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. റിഡക്ഷോ മലയാളം പറയുന്നത് ഇറാനിലേക്കാൾ കൂടുതൽ ശൈശവ വിവാഹം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നുള്ളത്. ഇതാണ് അതിന്റെ ആ വ്യത്യാസം. നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇറാനിൽ ഇതൊരു നിയമപരമായ സംഗതിയാണ്. അതൊരു സാമൂഹിക തിന്മയായിട്ട് അവിടെ കാണുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല. ഭരണകൂടം ആരും പരിഗണിക്കുന്നില്ല. കോടതി അതിന് സപ്പോർട്ടാണ്. മനസ്സിലായോ? 8.25 വയസ്സ് തികയാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ കോടതി പോലും അനുകൂലമായിട്ട് നിലപാടെടുക്കുകയാണ്. നിയമം അങ്ങനെയാണ്. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ 18 വയസ്സാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ ലംഘിച്ചുകൊണ്ട് അതിനെതിരായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് അവിടത്തെക്കാൾ കൂടുതൽ ശൈശവ വിവാഹം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് റിഡക്ഷോ മലയാളം പറയുന്നത്. യുക്തിവാദിയാണ് കേട്ടോ, യുക്തിവാദി. നിങ്ങളത് മറന്നു പോകരുത്, യുക്തിവാദിയാ. ഇതൊക്കെയാണ് ഇവരുടെ യുക്തി. ഇനി ഇന്ത്യയിൽ സ്ത്രീകൾ ഉന്നത പദവികളിൽ എത്തിയിട്ടില്ല എന്ന റിഡക്ഷോ മലയാളം ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം കൂടി നമുക്ക് നോക്കാം. വാസ്തവത്തിൽ റിഡക്ഷയുടെ ഈ വാദം യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഇനിയും മുന്നേറാനുണ്ട് എന്നത് സത്യമാണെങ്കിലും അവർ ഉന്നത പദവികളിൽ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് അസംബന്ധമാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ വ്യക്തമാക്കാം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി വർഷങ്ങളോളം രാജ്യം ഭരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രതിഭാ പാട്ടീലും നിലവിൽ ദ്രൗപദി മുർമുവും ഇന്ത്യയുടെ രാഷ്ട്രപതിമാരായി ഒരാൾ സേവനം ചെയ്തു, ഒരാൾ ഇപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ധനകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർമ്മല സീതാരാമനാണ്.
എന്തൊക്കെ കുറവുകൾ അതിന് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയാണത് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ മുഖ്യമന്ത്രിമാരായി നിരവധി സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പം ബംഗാളിൽ മമതാ ബാനർജി ഉണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ജയലളിത ഉണ്ടായിട്ടുണ്ട്, ബീഹാറിൽ റാബ്രി ദേവി, അങ്ങനെ പലയിടങ്ങളിൽ, വസുന്ധര രാജെ സിന്ധെ മധ്യപ്രദേശിൽ, അങ്ങനെ ഓർക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുടെ പേരുകളും മനസ്സിൽ വരുന്നുണ്ട്. ധാരാളം സ്ത്രീകൾ ഉണ്ട്. അതായത് ഇന്ത്യയിൽ രാഷ്ട്രപതിയാകാനോ പ്രധാനമന്ത്രിയാകാനോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാനോ മുഖ്യമന്ത്രിയാകാനോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരൊക്കെ ആകാനോ, അതായത് ഭരണഘടനാപരമായ ഏത് ഉന്നത പദവിയിലും എത്താൻ സ്ത്രീകൾക്ക് നിയമപരമായ യാതൊരു തടസ്സങ്ങളും ഇല്ല. എന്നാൽ ഇറാനിൽ അങ്ങനെയല്ല. ഇറാനിൽ ഒരു സ്ത്രീക്ക് പരമോന്നത നേതാവ് സുപ്രീം ലീഡർ ആകാൻ പറ്റുകയില്ല. ഇനി പ്രസിഡന്റ് ആകാൻ പറ്റുമോ? പ്രസിഡന്റും ആകാനും പറ്റില്ല. പ്രധാനപ്പെട്ട മത രാഷ്ട്രീയ പദവികളിലേക്ക് വരാൻ പറ്റുമോ? അതും പറ്റില്ല. ഇതൊന്നും അവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. ഇന്ത്യയിൽ നിയമം അനുവദിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുമൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് കഴിവുള്ള സ്ത്രീകൾ എത്തുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ നിയമം അനുവദിക്കുന്നുണ്ട്. ഇറാനിൽ അങ്ങനെയല്ല. ഇറാനിൽ നിയമം അനുവദിക്കുന്നില്ല. ഇതൊരു വലിയ വ്യത്യാസമാണ്. മനസ്സിലായോ? ഈ ഇറാൻ ഭരണഘടനയിലെ പ്രസിഡന്റിനുള്ള യോഗ്യതകൾ വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 115 അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: താഴെ പറയുന്ന യോഗ്യതകളുള്ള മതപരവും രാഷ്ട്രീയവുമായ വ്യക്തിത്വങ്ങളിൽ നിന്നും ആയിരിക്കണം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത്. ഇറാനിയൻ വംശജൻ, ഇറാനിയൻ പൗരത്വം, ഭരണപാഠവും കർമ്മശേഷിയും, കളങ്കമില്ലാത്ത മുൻകാല ചരിത്രം എന്ന് വെച്ചാൽ സൽപ്പേര്, വിശ്വസ്തതയും മതനിഷ്ഠയും, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അടിസ്ഥാന തത്വങ്ങളോടും രാജ്യത്തിന്റെ ഔദ്യോഗിക മതത്തോടുമുള്ള അടിയുറച്ച വിശ്വാസം. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള ആൾക്കാണ് പ്രസിഡന്റ് ആവാൻ പറ്റുക. ഈ ഇംഗ്ലീഷ് പരിഭാഷയിൽ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന് വെച്ചാൽ മതപരവും രാഷ്ട്രീയവുമായ വ്യക്തിത്വങ്ങൾ എന്നാണ് പറയുന്നതെങ്കിലും, ഇംഗ്ലീഷിൽ അങ്ങനെയാണെങ്കിലും ഈ ഇറാനിയൻ ഭരണഘടന എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലല്ല, പേർഷ്യൻ ഭാഷയിലാണ്. അപ്പൊ പേർഷ്യൻ വാചകത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, പേഴ്സണാലിറ്റീസ് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് റിജാൽ എന്നതാണ്. ഇതിന്റെ യഥാർത്ഥ അർത്ഥം പുരുഷന്മാർ എന്നാണ്. അത് പുല്ലിംഗ പ്രയോഗമാണ്, പുരുഷന്മാരെന്നാണ്. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റിലീജിയസ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അത് പുരുഷൻ മാത്രമായിരിക്കും, ഒരിക്കലും സ്ത്രീ ആയിരിക്കില്ല. ഏതായാലും റിജാൽ എന്ന ആ ഒറ്റ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനിലെ തിരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന ഗാർഡിയൻ കൗൺസിൽ അവിടെ സ്ത്രീകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നിയമപരമായി വിലക്കുന്നത്. ഇറാനിലെ ഒരു സ്ത്രീക്ക് എത്രത്തോളം വിദ്യാഭ്യാസവും ഭരണപാഠവും ഉണ്ടെങ്കിലും അവർ റിജാലല്ല, പുരുഷനല്ല എന്ന ഒറ്റ കാരണത്താൽ അവരവിടെ മത്സരിക്കാൻ അനുവദിക്കില്ല. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ സ്ത്രീകളെ തുല്യരായി കാണുകയും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇറാനിലെ നിയമവ്യവസ്ഥ അടിസ്ഥാനപരമായി തന്നെ സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാംകിട പൗരൻ എന്നുള്ളതാണ്. ഈ വ്യത്യാസമാണ് റിഡക്ഷോ മലയാളം സമർത്ഥമായി പ്രേക്ഷകരിൽ നിന്നും ഒളിപ്പിച്ചു വയ്ക്കുന്നത്. ഇനി രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക മേഖല കൂടി നമുക്ക് നോക്കാം. ISROയുടെ അഭിമാനകരമായ മംഗൾയാൻ ചന്ദ്രയാൻ മിഷനുകൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞരാണ്, ഫീമെയിൽ സയന്റിസ്റ്റുകളാണ്. ഇപ്പോ മംഗൾയാൻ മിഷന് നേതൃത്വം നൽകിയത് ഋതു കരിതാൽ ശ്രീവാസ്തവയാണ്. അതുപോലെ ചന്ദ്രയാൻ 2 അതിന് നേതൃത്വം നൽകുന്നത് തമിഴ്നാട്ടിലുള്ള മുത്തയ്യ വനിത. അതുപോലെ അഗ്നി 5 ഭൂഖണ്ഡാന്തരം മിസൈലിന്റെ മുഖ്യ ശില്പിയും പ്രൊജക്ട് മേധാവിയുമായ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന മലയാളിയായ ടെസി തോമസ്. ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കഴിവ് തെളിയിച്ച ധാരാളം സ്ത്രീകൾ ഇന്ത്യയിലുണ്ട്. ഈ രീതിയിലുള്ള ഒരു സ്ത്രീയെ ഇറാനിൽ നിന്ന് കാണിച്ചു തരാൻ റിഡക്ഷോ മലയാളത്തിന് സാധിക്കുമോ? ഇനി കോർപ്പറേറ്റ് ബിസിനസ് രംഗത്തേക്ക് വന്നാൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേധാവിയായി അരുന്ധതി ഭട്ടാചാര്യ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ സെബിയുടെ മുൻ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചാണ്. കിരൺ മജൂംദാർ ഷാ ബൈക്കോണിന്റെ CEO ആയിട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ റോഷ്നി നാടാർ HCLന്റെ CEO ആണ്. ഫാൽഗുനി നായർ നൈക്ക എന്ന് പറയുന്ന ആ ബ്യൂട്ടി ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ CEO ആണ്. അതുപോലെ ഇന്ദ്രനൂയി പെപ്സിക്കോയുടെ മുൻ CEO ആണ്. അപ്പൊ ഇങ്ങനെ നിരവധി സ്ത്രീകൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകത്തെ ഉന്നത പദവികളിൽ എത്തിയിട്ടുണ്ട്.
ആ രീതിയിൽ ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ് വുമണിനെ ഇറാനിൽ കാണിച്ചു തരാൻ റിഡക്ഷോ മലയാളത്തിന് പറ്റുമോ? സാധിക്കുമോ? ഇനി സായുധ സേനകളുടെ കാര്യമെടുത്താൽ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ ജെറ്റുകൾ പറത്തുന്നതും ആർമിയിൽ കമാൻഡിംഗ് പൊസിഷനുകളിൽ ഇരിക്കുന്നതുമായ ധാരാളം സ്ത്രീകളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് മീഡിയ ബ്രീഫിങ്ങിന് വേണ്ടി പത്രക്കാർക്ക് മുന്നിൽ വന്നത് 2 ധീര വനിതകളായിരുന്നു. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഇതിനർത്ഥം ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിതം സ്വർഗതുല്യമാണ് എന്നൊന്നുമല്ല. അതല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്, നിഷേധിക്കാൻ പറ്റുകയില്ല. എന്നാൽ അവയെല്ലാം നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കും എതിരായി നിൽക്കുന്ന സാമൂഹിക തിന്മകളാണ്, കുറ്റകൃത്യങ്ങളാണ്. അവയെ തിരുത്താനും ഇല്ലാതാക്കാനും നിയമത്തിന്റെ സഹായത്താൽ എന്നെങ്കിലും സാധിക്കും. കുറഞ്ഞ വർഷം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കെങ്കിലും ചെയ്യാം. നിയമം കർശനമായൊക്കെ നടപ്പാക്കി കഴിയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെയോ അല്ലെങ്കിൽ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെയൊക്കെ ഒരു നിലവാരത്തിലേക്ക് എന്നെങ്കിലും ഇന്ത്യയിലെ സ്ത്രീകൾ എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കെങ്കിലും ചെയ്യാം. കാരണം നിയമം അങ്ങനെയാണുള്ളത്. പക്ഷേ ഇറാനിൽ സ്ത്രീ വിവേചനം എന്നത് അവരുടെ നിയമപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് പോലും അവിടെ സ്ഥാനമില്ല. ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നതിന്റെ പേരിലാണ്. ഹിജാബ് ധരിച്ചില്ല എന്നുള്ളതല്ല, ധരിച്ചത് ശരിയായിട്ട് ധരിച്ചില്ല, കുറച്ച് മുടിയിഴകൾ പുറത്ത് കണ്ടു. അതിന്റെ പേരിലാണ് മഹ്സ അമീനിയെ ഇറാനിലെ മോറൽ പോലീസ് തല്ലിക്കൊന്നത്. ആൾക്കൂട്ടമല്ല. ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും നമുക്കറിയാം ഈ ബജ്രംഗ് ദൾ പോലെയൊക്കെയുള്ള ടീമുകൾ അവര് ചെയ്യുന്നത് അത് സർക്കാരല്ല, നിയമപ്രകാരമല്ല അത് ചെയ്യുന്നത്, നിയമവിരുദ്ധമായിട്ടാണ്. എന്നാൽ മഹ്സ അമീനിയെ ഇറാനിലെ ആൾക്കൂട്ടമല്ല തല്ലിക്കൊന്നത്, പോലീസാണ്. ഔദ്യോഗികമായി സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ് അത് ചെയ്തത്. അത് വെറും ഒരു ചെറിയ പ്രശ്നമല്ല. അദ്ദേഹം പറയുന്നില്ല അവിടെയും സ്ത്രീകൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്, അത് സത്യമാണെന്ന് പറഞ്ഞല്ലോ റിഡക്ഷോ മലയാളം. അത് ചെറിയ പ്രശ്നമല്ല, മറിച്ച് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയാണ്. ഇന്ത്യയിലെ സാമൂഹിക പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇറാന്റെ ഭരണകൂട ഭീകരതയെ ന്യായീകരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ചുരുക്കത്തിൽ റിഡക്ഷോ മലയാളം ഇവിടെ പയറ്റിയത് വളരെ തന്ത്രപരമായ ഒരു പ്രൊപ്പഗൻഡയാണ്. ഒരു വശത്ത് ഫെമിനിസത്തെ കുറിച്ച് വാചാലരാകുകയും, യുക്തിവാദികളാണല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞ് നടക്കുന്നത്. അപ്പൊ പിന്നെ ഫെമിനിസത്തെ കുറിച്ച് വാചാലരാകാതെ നിവൃത്തിയില്ല. അപ്പൊ ഇവരൊക്കെ ഫെമിനിസത്തെ കുറിച്ച് വളരെ വാചാലരാകുകയും, മറുവശത്ത് ഇറാനിലെ സ്ത്രീകളുടെ രക്തം കുടിക്കുന്ന ഏകാധിപതിയെ പുകഴ്ത്തുന്ന നിലപാടുകൾ ന്യായീകരിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ കാപഢ്യമാണ്. ആ വീഡിയോയുടെ കീഴെ പോയിട്ട് എന്റെ കണ്ണു തുറപ്പിച്ച വീഡിയോ, കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന സകല മണ്ടന്മാരും മനസ്സിലാക്കുക, അത് യുക്തിവിരുദ്ധമായ അല്ലെങ്കിൽ യുക്തി വൈകല്യങ്ങൾ നിറഞ്ഞ വീഡിയോ ആണ്. അതിനകത്തെ വാദങ്ങളെല്ലാം തന്നെ അമേരിക്കയെ കുറ്റം പറഞ്ഞ് ഇറാനെ വെള്ളപൂശുന്ന ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇറാനിലെ തെരുവുകളിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മരിച്ചു വീണ ആയിരക്കണക്കിന് സ്ത്രീകളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയാണ്. ഈ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ, KFCയെ പുകഴ്ത്തുന്ന കോഴികളെ പോലെ സ്വന്തം കഴുത്തറക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ ന്യായീകരിക്കുന്ന ഈ കപട പുരോഗമനവാദികളുടെയും വ്യാജ യുക്തിവാദികളുടെയും തനിനിറം മലയാളി സമൂഹം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയ ചില തിരിച്ചറിവുകൾ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.